ഇന്ന് അമേരിക്കയിലെ ഒരു യാത്രാ ദിവസം കൂടിയാണ്. കിട്ടിയിരിക്കുന്ന അവസരത്തിൽ നമ്മുടെ ലോക അത്ഭുതങ്ങളിൽപ്പെട്ട ഒന്നാണ് നയാഗ്ര വെള്ളച്ചാട്ടം. ലോകത്തെ ഏറ്റവും ശ്രദ്ധേയമായ വെള്ളച്ചാട്ടങ്ങളിൽ ഒന്ന് അമേരിക്കയിലെ ന്യൂയോർക്ക് സ്റ്റേറ്റിലെ നയാഗ്ര വെള്ളച്ചാട്ടം. നമ്മൾ LP സ്കൂളിലും UP സ്കൂളിലൊക്കെ പഠിച്ച് സാമൂഹ്യ പാഠത്തിൽ പഠിച്ചിട്ടുണ്ടാവും നയാഗ്ര വെള്ളച്ചാട്ടം. അതൊന്ന് നേരിട്ട് കാണാൻ ഒരു അവസരം കിട്ടിയപ്പോൾ ഞാനും അങ്ങോട്ട് പോവുകയാണ്. അവിടെ എന്തൊക്കെയാണുള്ളത്, എത്രമാത്രം ഹൈറ്റിലാണ് വെള്ളം ചാടുന്നത്, എന്താണ് നയാഗ്ര വെള്ളച്ചാട്ടം പ്രത്യേകത, അതൊക്കെ ഒന്ന് നേരിൽ കാണാം. താല്പര്യമുള്ളവരും എൻ്റെ കൂടെ യാത്ര ചെയ്യാനും താല്പര്യമുള്ളവർ എൻ്റെ കൂടെ ഒരു കമ്മിറ്റി. അങ്ങനെ ബഫലോ ടൗൺഷിപ്പ് കഴിഞ്ഞ് നയാഗ്ര ലക്ഷ്യമാക്കി ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. അമേരിക്കൻ്റെ പ്രകൃതി രമണീയമായ സൗന്ദര്യവും അമേരിക്കയുടെ ഭൂപ്രകൃതിയുമൊക്കെ കണ്ടറിഞ്ഞ് തൊട്ടറിഞ്ഞ് ഞങ്ങളുടെ യാത്ര വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മനസ്സിൽ നിറയെ വെള്ളച്ചാട്ടത്തിൻ്റെ ഓരോ രംഗങ്ങളും കണ്ടുകൊണ്ട് ഇതാ നയാഗ്ര വെള്ളച്ചാട്ടത്തിൻ്റെ ടൗൺഷിപ്പിലേക്ക് എത്തിക്കഴിഞ്ഞു. നമുക്കവിടേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പോൾ നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ലോകത്തെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം നയാഗ്ര വെള്ളച്ചാട്ടം അമേരിക്കയിലെ. ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഓരോ കാഴ്ചകളും അതുപോലെ തന്നെ അതിൻ്റെ അയൽ രാജ്യമായ കാനഡയിലെ ചില ദൃശ്യങ്ങളുമൊക്കെ നമുക്ക് നേരിട്ട് കാണാം. നിങ്ങളും എൻ്റെ കൂടെ വരൂ. അപ്പോൾ നമ്മളിവിടെ നയാഗ്ര വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. നിങ്ങൾ കാണുന്നത് നയാഗ്ര റിവറാണ്. അതിൻ്റെ പിറകിൽ നിങ്ങൾ കാണുന്ന ബിൽഡിങ് കാനഡയിലെ ടൊറന്റോ എന്ന നഗരത്തിൻ്റെ ഭാഗമായ ബിൽഡിംഗാണ്. അപ്പം കാനഡയും അമേരിക്കയും ഒരു ബോർഡർ ലൈനിലാണ് ഈ നയാഗ്ര വെള്ളച്ചാട്ടം ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഓരോ കാഴ്ചകൾ നമുക്ക് ഘട്ടമായിട്ട് കാണാം. നമസ്കാരം. ഇപ്പോൾ ഞാനുള്ളത് നയാഗ്ര വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത്. നയാഗ്ര വെള്ളച്ചാട്ടം കഴിഞ്ഞ് ഒഴുകുന്ന ഒരു നദിയുണ്ട്. ആ നദിയുടെ അടുത്താണ്. അകലെ കാണുന്നൊരു പാലം റെയിൻബോ ബ്രിഡ്ജാണ്. ഈ ബ്രിഡ്ജ് എന്ന് പറയുന്നത് കാനഡയെയും അമേരിക്കയും കണക്ട് ചെയ്യുന്ന ഒരു പാലമാണ്. ആ പാലത്തിൻ്റെ നടുവിൽ രണ്ട് രാജ്യത്തിൻ്റെയും ഫ്ലാഗ് ഉണ്ട്. കാനഡയുടെയും അമേരിക്കയുടെയും ഫ്ലാഗ് ഉണ്ട്. അതുപോലെ തന്നെ ഈ പാലം കടന്നു ചെന്നാൽ നമുക്ക് കാനഡയിലെത്താം. കാനഡയിൽ ഒരുപാട് ബിൽഡിങ്ങുകൾ നമുക്ക് ഇവിടെ ദൂരത്തു നിന്ന് കാണാൻ പറ്റും. ഷെറാട്ടൺ, അതുപോലെ തന്നെ കാസിനോ, അതുപോലെ ഒരുപാട് ബിൽഡിങ്ങിൻ്റെ പേരുകൾ നമുക്ക് ഇവിടെ നോക്കി. അത്രയും ഒരു കയ്യെത്താ ദൂരത്താണ് കാനഡ ഇപ്പോൾ ഉള്ളത്. ഈ പാലം അങ്ങോട്ട് കടന്നാൽ കാനഡയിലേക്ക് പോവാം. പക്ഷെ നമുക്ക് അവിടെ പോകണമെങ്കിൽ അവിടുത്തെ എമിഗ്രേഷൻ വിസ വേണം. അതുകൊണ്ട് എനിക്ക് അവിടെ പോകണമെന്നുണ്ട്, പക്ഷേ വിസ ഇല്ലാത്തത് കൊണ്ട് പോകുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു മനോഹരമായ ഒരു മുഹൂർത്തം, ഒരു ഭൂമിയുടെ ഒരു കണക്റ്റിംഗ് പ്ലേസാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ നയാഗ്ര വെള്ളച്ചാട്ടത്തിൻ്റെ ദൃശ്യം നമുക്ക് മറുഭാഗത്ത് കാണാം. നമുക്ക് അങ്ങോട്ടൊന്ന് നോക്കാം. വരും. ഇതാണ് നമ്മൾ കാണാൻ കൊതിക്കുന്ന നയാഗ്ര വെള്ളച്ചാട്ടം. വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ പോരാ, ഒരു വൻ ചാട്ടം. അവിടുന്ന് വരുന്ന ഒരു നദിയിൽ നിന്ന് വരുന്ന നയാഗ്ര നദിയിൽ വരുന്ന വെള്ളം കുറുകെ ചാടുന്നതും ആ ചാടുന്ന വെള്ളത്തിൻ്റെ ഫോഴ്സ് കൊണ്ട് വെള്ളം പുകയായി മാറുന്ന ഒരു കാഴ്ച. അതും കണികകളായി ആകാശത്തേക്ക് നീരാവിയായി ഇവിടുന്ന് തന്നെ മേഘം ഫോം ചെയ്യുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയും മനോഹരമായ ഒരു കാഴ്ചയാണ് നമുക്കിവിടെ നയാഗ്ര വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചയിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. നിങ്ങളും ഒന്ന് കണ്ടു നോക്കി ഈ കാഴ്ച.
നയാഗ്ര വെള്ളച്ചാട്ടത്തിൻ്റെ 3 ഫാൾസാണുള്ളത്. ആദ്യത്തെ അമേരിക്കൻ ഫാൾസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ ബ്രൈഡൽ വൈൽ ഫാൾസും അതുപോലെ തന്നെ ഹോഴ്സ് ഫാൾസും കാണാൻ വേണ്ടിയാണ് പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഹോഴ്സ് ഫാൾസാണ് കാണുന്നത്. കണ്ടോ, മഴവില്ല്, വളരെ മനോഹരമായ മഴവില്ല് നമുക്ക് കാണാൻ സാധിക്കും. 180 അടി ആഴത്തിലേക്കാണ് വെള്ളം പതിക്കുന്നത്. അപ്പോഴുണ്ടാകുന്ന ജലകണികകളിൽ സൂര്യപ്രകാശം തട്ടിയാണ് നല്ല ആർച്ചുള്ള മഴവില്ല് എപ്പോഴും സൂര്യനുള്ള സമയത്ത് കാണാൻ വേണ്ടി സാധിക്കും. ബോട്ട് സർവീസ് കാനഡയുടെയും അമേരിക്കയുടെയും ബോട്ട് സർവീസുകളുണ്ട്. റെയിൻ കോട്ട് ഇട്ടാണ് ബോട്ട് സർവീസ് നടത്തുന്നത്. $30 ചാർജ് ഈടാക്കുന്നത്. താല്പര്യമുള്ളവർക്ക് കറങ്ങാനും ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ജലകണികളേറ്റ് ഒരു മഴക്കാലത്ത് പോകുന്നത് പോലെ ഒരു അനുഭൂതി ഉണ്ടാവാനുമൊക്കെ ഒരു അവസരം കൂടിയാണിത്. ദൂരെ കാണുന്നതും ഹോഴ്സ് ഫാൾസിൻ്റെ ഭാഗം തന്നെയാണ്. അങ്ങകലെ കനഡയുടെ ബിൽഡിംഗ് കാണാൻ വേണ്ടി സാധിക്കും. ബോട്ട് സർവീസുകൾ ഏറെക്കുറെ റെയിൻ ഫാൾസിൻ്റെ അടുത്തേക്ക് എത്തി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ലോകത്തെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ഏഞ്ചൽ വെള്ളച്ചാട്ടമാണ്. സൗത്ത് അമേരിക്കയിലെ പെനിൻസുല എന്ന രാജ്യത്താണ്. നയാഗ്ര വെള്ളച്ചാട്ടത്തിൻ്റെ നല്ല അടിപൊളി കാഴ്ചയും കണ്ട് ഞങ്ങൾ മടങ്ങുകയാണ്. മടങ്ങുന്ന സമയത്താണ് 2-3 ബസ്സിൽ പോകുന്നത്. ബസ്സല്ല, അത് ഇവിടെ ഈ ടൂറിസ്റ്റ് ആളുകൾക്ക് വേണ്ടി ഈ ഗാർഡനിങ്ങും അതുപോലെ തന്നെ ഗൂഡ്സ് ഐലൻഡൊക്കെ കാണാൻ വേണ്ടി സൗകര്യം ഒരുക്കിയതാണ്. നല്ലൊരു ഗാർഡനിങ് എന്നാണ്, നല്ല അടിപൊളി. നയാഗ്ര വെള്ളച്ചാട്ടവുമായി കണക്ട് ചെയ്ത ഒണ്ടാരിയോ തടാകത്തിലെ മനോഹരമായ കാഴ്ചകൾ ഞങ്ങളെ യാത്ര അയക്കുകയാണ്. ഈ യാത്ര ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.